ആര്യ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം നമുക്കിന്ന് 20 മിനിറ്റിൽ എങ്ങനെ പെട്ടെന്നൊരു ബീഫ് കറി തയ്യാറാക്കാം നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാനിപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള 1.5 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള പൊടികൾ ഒരു പാനിലിട്ട് ചൂടാക്കാൻ വേണ്ടി എടുക്കുവാണ്. 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം പാനിലിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇളക്കാവൂ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ലതുപോലെ ഒരു 2 സെക്കൻഡോളം നല്ലതുപോലെ മിക്സാക്കി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടികൾ എല്ലാം കുക്കറിൽ വെച്ചിരിക്കുന്ന ബീഫിലേക്ക് തട്ടി 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലരിയുക. 2 തക്കാളി, 3-4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും എടുത്തതിന് ശേഷം ഒരു ഉരുളി എടുക്കുക. ആവശ്യത്തിന് എണ്ണ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് വറ്റൽ മുളകാണ്. അതിനുശേഷം ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്തതിന് ശേഷം അടുത്ത് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പച്ചമുളക് ഇപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തന്നെ ചേർക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ചേർത്തിരിക്കുവാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ബീഫിൽ ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നത് കൊണ്ട് സവോളയിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. സവോള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതും നല്ലതുപോലെ ഇതിൻ്റെ കൂട്ടത്തിട്ട് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്കാണ് ഞാൻ ഇതിൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം മുഴുവനായിട്ട് എടുത്തൊഴിക്കുമ്പോൾ നമ്മളുടെ പുറത്ത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം മുഴുവൻ ബീഫും ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ എടുത്ത് ഒഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ കോരി ഒഴിച്ച് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു അരമുറി ഉണക്ക തേങ്ങ എടുക്കുക. കുഞ്ഞതായിട്ട് അരിയുക. നല്ലതുപോലെ മൂപ്പിക്കുക. അത് ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാനുള്ള ഇതും കൂടെ നിങ്ങൾ നോക്കുക. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. താങ്ക് യു.